ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫദക്കിർ ബിൽ ഖുർആനി മൻ യഖാഫു വഈദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പെരുമഴക്കാലം അവസാനിച്ച പ്രതീതിയോടെ അവധിക്കാലത്തെ വരവേൽക്കാൻ നമ്മുടെ മക്കൾ ഒരുങ്ങിക്കഴിയുന്ന ഈ വേനലവധിയിൽ അവധിക്കാലം ഫലപ്രദമായി ആസ്വദിക്കുക എന്നൊരു ശീർഷകത്തിൽ ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനാണ് ആഗ്രഹിക്കുന്നത്. 10 മാസം കലാലയ ജീവിതവും ട്യൂഷനും സ്പെഷ്യൽ ട്യൂഷനും ഓൺലൈൻ ക്ലാസ്സുകളും ഉൾപ്പെടെ തിരക്കിട്ട ഓട്ടപ്പാച്ചിലിനൊടുവിൽ പരീക്ഷയുടെ ചൂടുപിടിച്ച ചുറ്റുപാടും ടെൻഷൻ നിറഞ്ഞ അന്തരീക്ഷവും കൊണ്ട് വല്ലാത്ത അസ്വസ്ഥതയിലായിരുന്നു നമ്മുടെ മക്കൾ. 9 മാസം ഗർഭം ചുമന്ന് ഒരു മാതാവ് കുഞ്ഞിനെ പ്രസവിക്കുന്നതോടുകൂടി വലിയ ഭാരം ഇറക്കി വെച്ച പ്രതീതിയാണ് ഈ വേനലവധിയോടുകൂടി നമ്മുടെ മക്കൾക്ക് അനുഭവപ്പെടുന്നത്. എന്തൊക്കെയോ ഭാരങ്ങൾ അവർ ഇറക്കി വെച്ചതുപോലെ അവർക്ക് തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ ഈ അവധിക്കാലം ഫലപ്രദമായ നിലയിൽ മക്കളോടൊപ്പം ആസ്വദിക്കാൻ, മക്കൾക്ക് മാതാപിതാക്കളോടൊപ്പം ചിലവഴിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അവധിക്കാലം എങ്ങനെയാകണം എന്ന് നാം ഓരോരുത്തരും നമ്മുടെ മക്കളുമായിട്ട് കൂടിയാലോചിക്കേണ്ടതുണ്ട്. രക്ഷിതാക്കൾക്ക് ഈ വിഷയത്തിൽ വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകണം. കാരണം ഒഴിവുകാലം അമൂല്യമായ അനുഗ്രഹമാണ്. വെറുതെ നഷ്ടപ്പെടുത്തിയാൽ വലിയ ദുഃഖത്തിന് തന്നെ കാരണമാകുന്ന ഒരു അമൂല്യ അവസരം കൂടിയാണ് അവധിക്കാലം, ഒഴിവുകാലം എന്ന് രക്ഷകർത്താക്കൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എല്ലാ വിഷയത്തിലും നമുക്ക് മാതൃകയാണെന്നതുപോലെ ഈ അവധിക്കാലത്തിൻ്റെ കാര്യത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില ഉപദേശങ്ങൾ, ഫലപ്രദമായ ചില നിർദ്ദേശങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, നിഅമത്താൻ, 2 വലിയ അനുഗ്രഹങ്ങൾ, മഖ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ്, ജനങ്ങളിൽ അധിക ആൾക്കാരും ആ 2 അനുഗ്രഹങ്ങളിൽ അശ്രദ്ധരാണ്. അവർ വേണ്ടുന്ന രീതിയിൽ ശ്രദ്ധിക്കുന്നില്ല. അത് കാരണമായിട്ട് ആ 2 അനുഗ്രഹങ്ങളിൽ അവർ പരാജിതരായി തീരുകയാണ് ചെയ്യുന്നത്. അതിൽ ഒന്ന് അസ്സിഹ്ഹത്തു, ശാരീരികമായ സുഖമാണ്, ആരോഗ്യമാണ്. മറ്റൊന്ന് അൽ ഫറാഗു, ഒഴിവുവേളകളാണ്, അവധിക്കാല അവസരങ്ങളാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലപ്പോഴും നമ്മൾ വേണ്ടുന്ന രീതിയിൽ ശ്രദ്ധിക്കാതെ പോകുന്നതാണ് നമ്മുടെ മക്കളുടെ അവധിക്കാലങ്ങൾ. ആ അവധിക്കാലം ഫലപ്രദമായി നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം. കൃത്യമായ പ്ലാനിങ്ങോടുകൂടി അവധിക്കാലം സന്തോഷകരവും ഫലപ്രദവുമാക്കി മാറ്റാൻ രക്ഷിതാക്കൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് വല്ലാത്ത ലഹരിക്കടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അനാശാസങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പുതിയ തലമുറയുടെ പുതിയ കാലത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അവധിക്കാലം പരമാവധി നമ്മൾ മെച്ചപ്പെടുത്താൻ ആദ്യമായിട്ട് വേണ്ടത് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. ജോലി തിരക്കുകൾ കാരണം, അതുപോലെ തന്നെ പ്രവാസ ജീവിതം കാരണം പലപ്പോഴും മക്കൾക്കും കുടുംബത്തിനുമൊപ്പം കളി വിനോദങ്ങളിൽ ഏർപ്പെടാനോ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനോ യാത്ര ചെയ്യാനോ രക്ഷിതാക്കൾക്ക് സമയം കിട്ടാറില്ല. ഒഴിവുവേളകൾ വരുമ്പോൾ ഒരു കൂട്ടർക്ക് തിരക്കായിരിക്കും, മറുകൂട്ടർക്ക് ഒഴിവുവേളയുമായിരിക്കും. ഉദാഹരണത്തിന് ബലിപ്പെരുന്നാളിൻ്റെ, നോമ്പ് പെരുന്നാളിൻ്റെ അവധി രക്ഷകർത്താക്കളാകുന്ന നമുക്കെല്ലാവർക്കും ലഭിച്ചു. എന്നാൽ ആ സന്ദർഭത്തിൽ നമ്മുടെ മക്കളൊക്കെ പരീക്ഷാ ചൂടിൻ്റെ ചുറ്റുപാടിൽ വല്ലാതെ ടെൻഷനിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവധിക്കാലം, പെരുന്നാൾ പോലെയുള്ള സുദിനങ്ങളിൽ, അതിനോടനുബന്ധിച്ച് വരുന്ന അവധി ദിവസങ്ങളിൽ മാതാപിതാക്കൾക്കും മക്കൾക്കും വേണ്ട രീതിയിൽ അത് ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇനി മക്കൾക്ക് സ്കൂളുകൾ അടച്ച് വിദ്യാഭ്യാസ കലാലയങ്ങളെല്ലാം അവധിയായി കഴിഞ്ഞാൽ അപ്പോൾ മാതാപിതാക്കൾക്ക് ജോലി തിരക്കും
മറ്റു പലവിധമായ കാര്യങ്ങളിൽ വ്യാപൃതരായിത്തീരുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കാലങ്ങൾ ഓരോന്നോരോന്നായി കഴിഞ്ഞു പോകും. നമ്മുടെ മക്കൾ വളർന്നുകൊണ്ടുമിരിക്കും. മാതാപിതാക്കളുമായിട്ട് കൂടുതൽ ഇടപെടുവാനോ അവരുമായിട്ട് അവധിക്കാലങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്താനോ പരസ്പരമുള്ള സ്നേഹ കൈമാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാരസ്പര്യതയോടുകൂടി കൈമാറാനോ സാധിക്കാതെ പോകുന്നു. ഇങ്ങനെ ബന്ധങ്ങൾ യഥാർത്ഥത്തിൽ അകന്നുകൊണ്ടിരിക്കുന്നു. മനസ്സുകൾ പരസ്പരം അടുക്കേണ്ടത് മനസ്സുകൾ പരസ്പരം അകന്നുകൊണ്ടിരിക്കുന്നതിനുള്ള അവസരങ്ങളായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രക്ഷകർത്താക്കളെ, നാം ഓരോരുത്തരും ഈ അവധി ദിനങ്ങൾ, വേനലവധി പ്രത്യേകിച്ച് ഫലപ്രദമായി നമ്മുടെ മക്കളുമായിട്ട് ഉപയോഗിക്കാൻ, അവരുമായിട്ട് വിനോദങ്ങളിലും യാത്രകളിലും സംഭാഷണങ്ങളിലും വീട്ടിനകത്തും പുറത്തുമായി പരസ്പരം ചെലവഴിക്കാൻ നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ കേവല കടമകൾ നിർവഹിക്കാനുള്ള യന്ത്രങ്ങൾ മാത്രമായി മാതാപിതാക്കൾ മാറുമെന്നുള്ളതാണ്. അതാണിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മകന് അല്ലെങ്കിൽ മകൾക്ക് വേണ്ടുന്ന രീതിയിൽ ഉമ്മയോടും വാപ്പയോടും മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള അവസരം പോലുമില്ലാത്ത ഒരു പരിതസ്ഥിതിയാണെന്നുള്ളത്. അവരുടെ കാര്യങ്ങൾ പങ്കുവെക്കുന്നത് കൂട്ടുകാരോടാണ്. അല്ലെങ്കിൽ സ്നേഹം നടിച്ച് തന്നോടൊപ്പം ചേരുന്ന ചില കുട്ടികളോട് പെൺകുട്ടികൾ, പെൺകുട്ടികളോട് ആൺകുട്ടികൾ, ഇങ്ങനെ പരസ്പരം അവരുടെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ കൈമാറുമ്പോൾ സ്നേഹത്തിൻ്റെ ഭാവേന അവരെ ആകർഷിപ്പിച്ചുകൊണ്ട് അബദ്ധങ്ങളിലേക്കും മോശമായ അവസ്ഥകളിലേക്കും മക്കളെ കൊണ്ടെത്തിക്കുന്നതിന് പലപ്പോഴും കാരണം നമ്മളുടെ ഇടപെടലുകളിലുള്ള അശ്രദ്ധതയാണ് എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിഞ്ഞുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, ഈ വർത്തമാനകാല സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ നമുക്ക് എങ്ങനെ നമ്മുടെ മക്കളുമായിട്ട് ഈ അവധിക്കാലം പരമാവധി ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് നാം ഓരോരുത്തരും പഠിക്കേണ്ടത്. രക്ഷകർത്താക്കളാകുന്ന നമ്മളത് പഠിക്കണം. മക്കളുടെ ആവശ്യങ്ങൾ മുഴുവനും നമ്മൾ നിറവേറ്റി കൊടുത്താൽ മാത്രം പോരാ. അതിലുപരിയായി അവരുമായിട്ട് കൂടുതൽ ഇടപെടുന്നതിന്, അവരുമായിട്ട് കൂടുതൽ സംസാരിക്കുന്നതിന്, അവരുമായിട്ട് ചേർന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന്, അവരുമായിട്ട് കൂടിയിരുന്ന് കുടുംബകാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന്, അതിനൊക്കെ ഈ വേനലവധി പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് നാം ഓരോരുത്തരും, രക്ഷകർത്താക്കളാകുന്ന നാം ഓരോരുത്തരും അവധിയെടുത്താണെങ്കിലും കുറച്ച് ദിവസം, കുറച്ചു സമയം നമ്മുടെ മക്കളുമായിട്ട് കുടുംബത്തിലുണ്ടാകണം, നമ്മുടെ മക്കളുമായിട്ട് വിനോദയാത്രയിൽ ഉണ്ടാകണം, നമ്മുടെ മക്കളുമായിട്ട് പുറത്തു പോകുന്നതിനുള്ള അവസരങ്ങൾ ഉണ്ടാകണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഈ സന്ദർഭത്തിൽ ഉപദേശിക്കാനുള്ളത്, മക്കളുമായിട്ടുള്ള മാതാപിതാക്കളുടെ, രക്ഷകർത്താക്കളുടെ ഇടപെടലുകൾ, ബന്ധങ്ങൾ പരമാവധി നന്നാക്കുക എന്നുള്ളതാണ്. അതിന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നമുക്ക് മാതൃകയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്ര തിരക്കുള്ളൊരു മനുഷ്യൻ ലോകത്ത് ഇതുവരെയും വന്നിട്ടില്ല, ഇനിയൊട്ട് വരികയുമില്ല. 20 ഭൗതിക ഭൂപ്രദേശങ്ങളുടെ ഒരേ സമയത്ത് ഭരണാധിപനായിരുന്നു ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. രാഷ്ട്രതന്ത്രജ്ഞതയിൽ പ്രവാചകന് ഒരു സമയം പോലും വെറുതെ ഇരിക്കാനുള്ള സമയമില്ലാത്ത അത്രത്തോളം തികഞ്ഞ തിരക്കുള്ള മനുഷ്യൻ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതോടൊപ്പം മദീന പള്ളിയിൽ 10 വർഷത്തെ ഇമാമ്, ഖത്തീബ്, വെള്ളിയാഴ്ച മാത്രമല്ല വെള്ളിയാഴ്ചയ്ക്കും അതുപോലെ തന്നെ പ്രത്യേകമായ അവസരങ്ങളിലും പരമാവധി ജനങ്ങളെ ഉപദേശിക്കുന്ന ഏറ്റവും നല്ല പ്രബോധകൻ, ഏറ്റവും നല്ല ഉത്ബോധകൻ. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു ഭാര്യയാണുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരേ സമയം തന്നെ 1-ലധികം ഭാര്യമാർ. എത്രത്തോളം? 9ഓളം ഭാര്യമാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരേ അവസരത്തിൽ തന്നെ ഉണ്ട്. ഇവരോടെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാധ്യതകൾ, കടമകൾ നിറവേറ്റുന്നതിന് സമയം കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് യുദ്ധങ്ങൾക്ക് നേതൃത്വം കൊടുക്കണം. പലപ്പോഴും യുദ്ധക്കളത്തിൽ സൈനിക കമാൻഡറായിട്ട്, യോദ്ധാവായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുൻപന്തിയിൽ നിൽക്കണം. പല കുടുംബങ്ങളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കണം.
പല നാട്ടുകാരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കണം. ഇതിനെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമയം കണ്ടെത്തിയതിനോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബവുമായിട്ട് പാരസ്പര്യ ബന്ധത്തിലും സ്നേഹത്തിലും മമതയിലുമായി കഴിഞ്ഞുകൂടുന്നതിന്, കുടുംബത്തിനകത്തുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമയം കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത രീതി പറയപ്പെടുന്ന ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖസ്സിസു ജുസ്അൻ കസീറൻ മിൻ വഖ്തിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ സമയത്തിൽ നിന്ന് ജുസ്അൻ കബീറൻ, വലിയ ഒരു സമയം പ്രത്യേകമായി ലി സൗജാത്തിഹി, തൻ്റെ കുടുംബത്തിനു വേണ്ടി തിരഞ്ഞെടുത്തിരുന്നു എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയായിരുന്നു ആ സമയം വിനിയോഗിച്ചിരുന്നത്? മുതആമിലം മാഹുന്ന, ഭാര്യമാരോട് വീട് ജോലികളിൽ പരസ്പരം സഹായിച്ചുകൊണ്ട് സഹകരിച്ചുകൊണ്ട് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയം വിനിയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. തൻ്റെ മക്കളോടും പേരമക്കളോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കളികളിലും വിനോദങ്ങളിലും സമയം കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലായിരിക്കുമ്പോൾ വീട്ടുകാരെ സഹായിക്കും, കുട്ടികളോടൊപ്പം കളിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരമാവധി കുട്ടികളെ തങ്ങളിലേക്ക് ചേർക്കുന്നതിനും അവരുടെ ആവശ്യങ്ങൾ എന്താണ് എന്നതിന് കേൾക്കുന്നതിനും നബി തങ്ങൾ സമയം കണ്ടെത്തിയിരുന്നു. ബിൽ മവദ്ദത്തി വർ-റഹ്മത്തി വൽ മറഹി വൽ ഇസ്തിമാഇ, നബി തങ്ങൾ കാരുണ്യത്തോടുകൂടി ദയയോടുകൂടി അതോടൊപ്പം കളി തമാശകളോടുകൂടി അതോടൊപ്പം തന്നെ ഭാര്യമാരുടെയും മക്കളുടെയും പേരമക്കളുടെയും ആവശ്യങ്ങൾ കേൾക്കാനുള്ള പ്രത്യേകമായ മാനസികാവസ്ഥയോടുകൂടി വല്ലിസ്തിമായി, മാനസികാവസ്ഥയോടുകൂടിയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെരുമാറിയിരുന്നത്. നമുക്കാണ് ഇന്ന് സമയമില്ലാത്തത്. ഭാര്യമാരോട് നമുക്ക് സംസാരിക്കാൻ സമയമില്ല. എന്നാൽ പുറത്തുള്ള ആണുങ്ങളോടും പെണ്ണുങ്ങളോടും സംസാരിക്കാൻ ആവശ്യം പോലെ സമയമുണ്ട്. പ്രിയപ്പെട്ടവരെ, മക്കളോട് സമയം ചിലവഴിക്കാൻ നമുക്ക് സമയമില്ല. എന്നാൽ പുറത്തുള്ള മറ്റു പലരോടും നമുക്ക് ആവശ്യം പോലെ സമയമുണ്ട് ഇടപഴകുന്നതിന്. ആയതുകൊണ്ട് നമ്മളാദ്യമേ മാറുക, രണ്ടാമതേ നമ്മുടെ മക്കളിൽ മാറ്റമുണ്ടാകുകയുള്ളൂ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ സ്നേഹവും കരുണയും ദയാവായ്പും തമാശകളും അതുപോലെ തന്നെ ഭാര്യമാരെയും മക്കളെയും അവരുടെ ആവശ്യങ്ങൾ കേൾക്കാനുള്ള മാനസികാവസ്ഥയുമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ നല്ല മാതൃകകളായി മാറണം. പ്രിയപ്പെട്ടവരെ, കേവലം നിസ്കാരത്തിൽ, നോമ്പിൽ, അതുപോലെ തന്നെ ഖുർആൻ പാരായണങ്ങളിൽ, ദാനധർമ്മങ്ങളിൽ, പള്ളിയിൽ വരുന്നതിൽ ഇതിൽ മാത്രമല്ല തിരുസുന്നത്ത്. അതിനപ്പുറത്തായിട്ട് ഒരു കുടുംബ ജീവിതത്തിൽ മക്കളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, അവരോട് എങ്ങനെയാണ് ഇടപെടുകേണ്ടത്, എങ്ങനെയാണ് അങ്ങോട്ട് അവർക്ക് സ്നേഹം നൽകി അവരുടെ സ്നേഹം തിരിച്ചു വാങ്ങേണ്ടത്, അവരുടെ ആവശ്യങ്ങൾ ക്ഷമയോടുകൂടി സമചിത്തതയോടുകൂടി കേട്ട് ആ ആവശ്യങ്ങൾ ന്യായമാണെങ്കിൽ അത് നിറവേറ്റി കൊടുക്കാൻ സമയം കണ്ടെത്തേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ നാം നമ്മുടെ കുടുംബവുമായിട്ട് നമ്മുടെ മക്കളുമായിട്ട് ഇടപഴകി ചേരുമ്പോൾ, ഇടകലർന്ന് പരമാവധി ജീവിക്കുമ്പോൾ മക്കളുടെ അവധിക്കാലം പരമാവധി ഫലപ്രദമായി തീരുന്നതാണ്. അവർ തെറ്റുകളിലേക്ക് പോകുകയില്ല, അവർ കുറ്റകരമായ പ്രവർത്തനങ്ങളിലേക്ക് പോകുകയില്ല, അതിനുള്ള ചിന്തയ്ക്കുള്ള അവസരം പോലും കൊടുക്കേണ്ടി വരികയില്ല. ചുരുക്കത്തിൽ ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ നിങ്ങളുടെ കുടുംബത്തിനോട് ഏറ്റവും നല്ലവണ്ണം പെരുമാറുന്നവരാണ്. വാന ഖൈറുക്കും ലി അഹ്ലി, ഞാനാണ് എൻ്റെ കുടുംബത്തോട് നിങ്ങളിൽ ഏറ്റവും കൂടുതൽ നന്മയിൽ വർത്തിക്കുന്നവനെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മാതൃക നമ്മുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാകണം. പ്രത്യേകം കുട്ടികളുടെ അവധിക്കാല അവസരങ്ങളിൽ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തണം. ഇന്ന് ഏറ്റവും കൂടുതൽ സമയം ഇൻ്റർനെറ്റിനും മൊബൈൽ ഗെയിമിങ്ങിനും മാറ്റിവെക്കുന്ന പുതിയ തലമുറയും സോഷ്യൽ മീഡിയയിലും ചാറ്റിങ്ങിലും മണിക്കൂറുകളോളം ചിലവഴിച്ച് ആനന്ദം കണ്ടെത്തുന്ന മുതിർന്നവരും പരസ്പരം സ്നേഹബന്ധങ്ങളിൽ ഒരുപാട് അകന്നു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മക്കളുടെ കയ്യിൽ ഏറ്റവും കൂടിയ മൊബൈൽ കാണും, നമ്മുടെ കയ്യിലും കാണും. അവരുടെ ലോകത്ത് ഇൻ്റർനെറ്റിലായിരിക്കും, അതുപോലെ തന്നെ ഗെയിം കളികളിൽ ആയിരിക്കും. അവസാനം ചതിക്കുഴികളിൽ ചെന്ന് വീഴുന്നു, ആത്മഹത്യ പെരുകുന്നു. പ്രിയപ്പെട്ടവരെ,
ഇതൊക്കെ എന്തുകൊണ്ടാണ്? നമുക്കവരുടെ കാര്യം ശ്രദ്ധിക്കാൻ സമയമില്ല, അവർക്ക് നമ്മളോടൊപ്പം ഇടപെടുവാനും സമയമില്ല. നമ്മൾ ഒരു വീട്ടിൽ കഴിയുകയാണെങ്കിലും 2 ധ്രുവങ്ങളിലായിട്ട് കഴിയുന്നതിന് സമാനമായി കൊണ്ട് നമ്മുടെ വീട്ടിൻ്റെ അകത്തളങ്ങൾ പരസ്പരമുള്ള പാരസ്പരികത അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിൽ ഇതൊക്കെ വലിയ കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയില്ല എങ്കിൽ നമ്മുടെ പുതിയ തലമുറയെ നന്നാക്കാൻ നമുക്ക് സാധിക്കുകയില്ല, നമ്മളോടൊപ്പം നിർത്താൻ നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗങ്ങൾക്ക് കൃത്യമായി സമയം ക്രമീകരിക്കേണ്ടിയിരിക്കുന്നു. ഒഴിവ് സമയങ്ങൾ പരമാവധി വിനോദങ്ങളിൽ, ആവശ്യമില്ലാത്ത വിനോദങ്ങളിൽ നശിപ്പിക്കാതെ ഫലപ്രദമായ കാര്യങ്ങളിൽ, കുടുംബസമേതമുള്ള ഉല്ലാസയാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നാം ഓരോരുത്തരും വിനിയോഗിക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഉല്ലാസയാത്ര എന്ന് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിച്ചു പോകണ്ട. മനുഷ്യരുടെ മനസ്സുകൾക്ക്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ മനസ്സുകൾക്ക് ഏറ്റവും കൂടുതൽ ആനന്ദം നൽകുന്ന, ഏറ്റവും കൂടുതൽ അവർക്ക് താല്പര്യമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഉല്ലാസയാത്ര. പലപ്പോഴും നമ്മൾ ഉല്ലാസയാത്രയ്ക്ക് അയക്കുന്നത് ആരോടൊപ്പമാ? കൂട്ടുകാരോടൊപ്പം. പ്രായപൂർത്തിയായ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന ദിവസങ്ങളോളം സ്കൂളിൽ നിന്നും ഉല്ലാസയാത്രയ്ക്ക് പോകുന്ന ആ ഉല്ലാസയാത്രയ്ക്കാണ് നമ്മൾ അയക്കുന്നത്. അതിനല്ല നമ്മൾ അയക്കേണ്ടത്. നേരെ മറിച്ച് നമ്മൾ ഒരു വർഷത്തിൽ 1, 2, 3 പ്രാവശ്യം സമയം കണ്ടെത്തി നമ്മുടെ ഭാര്യമാരുമായിട്ട്, നമ്മുടെ മക്കളുമായിട്ട് നമുക്ക് ഉല്ലാസയാത്രയ്ക്ക് പോകാൻ കഴിയണം. അപ്പോഴാണ് നമ്മുടെ കുട്ടികളുടെ പ്രശ്നങ്ങൾ നമുക്കറിയാനും അത് പരിഹരിക്കാനും നമുക്ക് കഴിയുന്നത്. ആയതുകൊണ്ട് ഇന്ന് മാനസിക സമ്മർദ്ദങ്ങളാൽ വല്ലാത്ത ഒരവസ്ഥയിലാണ് നമ്മുടെ മക്കൾ. നമുക്ക് പലപ്പോഴും അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അവരുടെ പ്രശ്നം എന്താണ് എന്ന് നമുക്കറിയാൻ കഴിയുന്നില്ല. പക്ഷേ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഉല്ലാസയാത്രയും മറ്റുമൊക്കെ നടത്തി നോക്ക്. കൂടുതൽ മാതാപിതാക്കൾക്ക് മക്കളുമായിട്ടും മക്കൾക്ക് മാതാപിതാക്കളുമായിട്ടും ഇടുകിച്ചേരാൻ കഴിയുമെന്നുള്ളതാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിലെല്ലാം നമുക്ക് മാതൃകയുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് സഹാബി വര്യന്മാർ പറയുന്നത് എന്താ? കാനൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്റുജു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിലപ്പോഴൊക്കെ മദീനയുടെ വെളിയിൽ പോകുമായിരുന്നു. ഇലാ മസാരിഉൽ മദീനത്തി വബസാതീനിഹാ, മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിലുള്ള പച്ചപ്പുള്ള കൃഷിയിടങ്ങളിലേക്കും സസ്യശ്യാമളമായ വയലേലകളിലേക്കും അതുപോലെ തന്നെ തോട്ടങ്ങളിലേക്കും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്ര പോകുമായിരുന്നു. എന്തിനു വേണ്ടി? ലിത്തനസ്സുഹി, ഉല്ലാസത്തിന് വേണ്ടി. ലിത്തനസ്സുഹി, ഉല്ലാസത്തിന് വേണ്ടി. വറാഹത്തി, മനസ്സമാധാനത്തിന് വേണ്ടി. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയായിരുന്നു എങ്കിൽ ഇതിലൂടെ പ്രകൃതി ഭംഗി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആസ്വദിച്ചിരുന്നു എന്നുള്ളതാണ്. ശുദ്ധവായു ശ്വസിക്കുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം നമ്മുടെ മക്കളുമായിട്ട് പ്രകൃതി രമണീയമായ മേഖലകളിലേക്ക്, സ്ഥലങ്ങളിലേക്ക് യാത്ര മര്യാദകൾ പാലിച്ച് നിസ്കാരങ്ങൾ മുടങ്ങിപ്പോകാത്ത നിലയിൽ, തെറ്റുകളിൽ അകപ്പെട്ടു പോകാത്ത നിലയിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ഉല്ലാസയാത്ര ഈ അവധിക്കാലത്ത് കുടുംബവുമായിട്ട് ഒത്തുചേർന്ന് കൊണ്ടുപോകാൻ കഴിയണം. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താ? റബ്ബിഹുൽ ഖുലൂബ സഅതൻ, നിങ്ങളുടെ മക്കൾക്ക് ചില സമയങ്ങളിൽ നിങ്ങൾ മനസ്സിന് സമാധാനവും ആശ്വാസവും നൽകണം, റാഹത്ത് നൽകണം. റവ്വിഹു, നിങ്ങൾ റാഹത്ത് നൽകണം, സമാധാനം നൽകണം. അൽ ഖുലൂബ, നിങ്ങളുടെ കൽബുകൾക്കും നിങ്ങളുടെ മക്കളുടെ കൽബുകൾക്കും മനസ്സുകൾക്കും സാഅത്തൻ, കുറച്ചു സമയം. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും അധ്യാപനങ്ങൾ പഠിച്ച് അത് പ്രാവർത്തികമാക്കിയ അലി റളിയല്ലാഹു അൻഹു കുടുംബത്തിൽ അത് കാണിച്ചു കൊടുത്തിരുന്നു. മക്കളുമായിട്ട് അങ്ങനെ ഇടപെടുകയിരുന്നു, അങ്ങനെ അവർ യാത്ര പോയിരുന്നു. ആയതുകൊണ്ടാണ് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുന്നത്, ഫഇന്നഹാ ഇദാ ഉക്രിഹത്ത് അമിയത്ത്, എപ്പോഴും കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നിർബന്ധിക്കപ്പെട്ട് കുറേ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ് എങ്കിൽ അമിയത്ത്, ആ കൽബുകൾ അന്ധത ബാധിച്ചു പോകും, പിന്നെ അതിലോട്ട് നന്മ കയറുകയില്ല. അതുകൊണ്ട് ഉല്ലാസവും അതുപോലെ തന്നെ നല്ല യാത്രകളുമൊക്കെ
മനുഷ്യ മനസ്സുകൾ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ മക്കളുടെ മനസ്സുകളിൽ ആനന്ദവും അതുപോലെ തന്നെ ഉല്ലാസവും ഒക്കെ ഉണ്ടാകുന്നത് കാരണമാകുമെന്നാണ് മഹാന്മാരായ സഹാബി വര്യന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വിഷയങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ പ്രയോജനകരമാകുന്ന പാഠങ്ങൾ പകർന്നു നൽകുക, പ്രത്യേകിച്ച് കുടുംബങ്ങളെക്കുറിച്ച്. നമ്മൾ ഈ അവധിക്കാലത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മക്കൾക്ക് നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ചും കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും പഠിപ്പിച്ചു കൊടുക്കുന്നതിനുള്ള അവസരം നമ്മൾ കണ്ടെത്തണം. കുടുംബ ബന്ധങ്ങളെയും അതിലെ ഓരോ കണ്ണികളെയും മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഇന്ന് സ്വന്തം സഹോദരങ്ങളുടെ മക്കൾ പോലും അന്യരെ പോലെയും അപരിചിതരെ പോലെയും പെരുമാറി ജീവിക്കുന്ന പുതിയ കാലത്താണ് നമ്മളുള്ളത്. നമ്മുടെ മക്കളിൽ പലർക്കും അവരുടെ സ്വന്തം മൂത്താപ്പ, ഇളാപ്പ, മാമിമാര്, അതുപോലെ തന്നെ വേണ്ട അടുത്ത ബന്ധുക്കള്, അവരുടെ മക്കളെപ്പോലും തിരിച്ചറിയാത്ത ഒരു സാമൂഹിക അന്തരീക്ഷമാണ് ഇന്നുള്ളത്. പലപ്പോഴും പല ഫംഗ്ഷനുകളിലും കല്യാണങ്ങളിലും മറ്റുമൊക്കെ പങ്കെടുക്കുമ്പോൾ, മരണങ്ങളിലും മറ്റുമൊക്കെ പങ്കെടുക്കുമ്പോൾ പരസ്പരം പഠിപ്പിച്ചു കൊടുക്കണം, ഇത് എൻ്റെ ഇന്ന ബന്ധുവാണ്, ഇത് ഇന്ന ആളാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, പണ്ട് കാലങ്ങളിൽ അങ്ങനെയല്ലായിരുന്നു. നേരത്തെ ഉള്ള കാലങ്ങളിൽ ആർക്കും പഠിപ്പിച്ചു കൊടുക്കണ്ടായിരുന്നു ഇതൊന്നും. പക്ഷേ ഇന്നത്തെ പുതിയ തലമുറയ്ക്ക്, പുതിയ കാലത്ത് ഇതെല്ലാം പഠിപ്പിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ബന്ധങ്ങളുടെ തായ്വേരും അതിൻ്റെ ചില്ലകളും അതിൻ്റെ ശിഖരങ്ങളും വരും തലമുറയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് ഈ അവധിക്കാലത്ത് നാം രക്ഷകർത്താക്കൾ ഓരോരുത്തരും പ്രാധാന്യത്തോടുകൂടി കാണേണ്ടുന്ന കാര്യമാണ്. അതിനുവേണ്ടി നമ്മൾ കുടുംബ സംഗമങ്ങൾ ചേരണം. അതിനുവേണ്ടി നമ്മൾ ഫാമിലി മീറ്റിങ്ങുകൾ നമ്മുടെ പരിസരങ്ങളിൽ നാം നടപ്പിലാക്കണം. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും പലരും കുടുംബ സംഗമങ്ങളൊക്കെ നടത്താറുണ്ട്. പക്ഷേ ആ സന്ദർഭത്തിൽ പോലും അധിക കുട്ടികളും സ്കൂളുകളിലായിരിക്കും, അല്ലെങ്കിൽ ട്യൂഷൻ സെൻ്ററിലായിരിക്കും, അതല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിലായിരിക്കും, അതല്ലെങ്കിൽ അവരുടെ ലോകത്തായിരിക്കും. അവരെയൊക്കെ കുറച്ച് സമയമായിരിക്കും നമുക്ക് ആ ഫാമിലി സംഗമങ്ങളിൽ, കുടുംബ സംഗമങ്ങളിൽ ലഭിക്കുന്നത്. പക്ഷേ അതല്ല വേണ്ടത്. ഇതുപോലെയുള്ള 2 മാസം നീണ്ടു നിൽക്കുന്ന അവധിക്കാലത്ത് എല്ലാ കുഞ്ഞുങ്ങളെയും പരസ്പരം ഒരുമിച്ച് കൂട്ടി കുടുംബ സംഗമങ്ങൾ നടത്തിക്കൊണ്ട് കലാകായിക വിനോദങ്ങളിൽ അവർ കുറച്ച് സമയം കഴിഞ്ഞുകൂടട്ടെ. അതിനുവേണ്ടിയുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ 1-2 ദിവസം സംഗമം വയ്ക്കണം. അതിന് കുറച്ച് പൈസ നമ്മൾ ചിലവാക്കണം. അതിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും പങ്കെടുപ്പിക്കണം. അതിൽ വൈജ്ഞാനിക പ്രയോജനകരമായ ക്വിസ് പ്രോഗ്രാം ഉൾപ്പെടെയുള്ള നല്ല നല്ല കാര്യങ്ങൾ, അതിലപ്പുറത്തായിട്ട് കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ക്വിസ് പ്രോഗ്രാം നിങ്ങൾ സംഘടിപ്പിക്ക്. കുടുംബത്തിലുള്ള ഇന്നയാൾ ആര്, ഇന്നയാൾ ആര്, അങ്ങനെയുള്ള അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതിലൂടെ മനസ്സിലാക്കാനും തിരിച്ചറിയാനും കഴിയും. അങ്ങനെയുള്ള ആ സംഗമങ്ങൾ കൂടി ഈ അവധിക്കാല സന്ദർഭങ്ങളിൽ ഉണ്ടാകണമെന്നാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഞാൻ ഈ സന്ദർഭത്തിൽ ഉണർത്തുന്നത്. ഇതൊരു പ്രഭാഷണമായിട്ട്, മികവുറ്റ ഗംഭീരമായ ഘോരഘോരമായ ഒരു പ്രഭാഷണമായിട്ട് നിങ്ങൾ കാണരുത്. ചില കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നു ക്ലാസിൻ്റെ രൂപത്തിൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇതിനെല്ലാം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പ്രേരണ നൽകിയിട്ടുണ്ട്. നബിതങ്ങൾ പഠിപ്പിക്കുകയാണ്, നബിതങ്ങൾ പറയുകയാണ്, തഅല്ലമൂ മിൻ അൻസാബികും മാ തസിലൂന ബിഹി അർഹാമകും. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സമുദായത്തോടാണ് പറഞ്ഞത്, തഅല്ലമൂ, നിങ്ങൾ പഠിക്കണം, നിങ്ങൾ പഠിക്കണം, മിൻ അൻസാബിക്കും, നിങ്ങളുടെ നസബകളിൽ നിന്ന്, നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന്, മാ തസിലൂന ബിഹി അർഹാമക്കും, നിങ്ങളുടെ കുടുംബ ബന്ധം ചേർക്കുന്നതിന് ആവശ്യമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം നിങ്ങൾ പഠിക്കണം. ഫഇന്ന സിലത്തർ റഹ്മി, തീർച്ചയായും അങ്ങനെ പഠിച്ച് കുടുംബബന്ധം ചേർത്ത് കുടുംബത്തിൻ്റെ തായ്വേര് ഏത്, ആരാണ്, കുടുംബത്തിൻ്റെ ചില്ലകളും ശിഖരങ്ങളും എവിടെയെല്ലാം വ്യാപരിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കി അവരോടെല്ലാം സ്നേഹത്തോടുകൂടി അനുകമ്പയോടുകൂടി പെരുമാറുമ്പോഴാണ് കുടുംബബന്ധം പ്രിയപ്പെട്ടവരെ സുശക്തമാകുന്നത്, ശക്തമാകുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ള പറയുന്നത്, ഫഇന്ന സിലത്തുർ റഹ്മി മഹബ്ബത്തുൻ ഫിൽ അഹ്ലി, കുടുംബത്തിൽ സ്നേഹമുണ്ടാകുന്നതിന് ഈ രീതിയിലുള്ള കുടുംബത്തെ തിരിച്ചറിഞ്ഞവർ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു സ്നേഹം,
ഒരു കുടുംബ ബന്ധവും ഒരു ദയയും അനുകമ്പയുമൊക്കെ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അത് കുടുംബത്തിൽ സ്നേഹം നിലനിൽക്കുന്നതിന്, കുടുംബ ബന്ധങ്ങൾ ഊഷ്മളമായി തീരുന്നതിന് കാരണമായി തീരും. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, വമസാറത്തും ഫിൽ മാലി, ഇങ്ങനെയുള്ള കുടുംബ ബന്ധം അത് സാമ്പത്തികമായ പുരോഗതി ഉണ്ടാക്കുന്ന കാര്യമാണ്. നമ്മുടെ കുടുംബത്തിൽ പരസ്പരം സ്നേഹത്തിലും മമതയിലും കാരുണ്യത്തിലുമുള്ള പരസ്പരം കൈമാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ സാമ്പത്തികമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് എന്താണ് പ്രശ്നം? നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ സ്വന്തം സഹോദരങ്ങൾ പോലും അറിയുന്നില്ല. സാമ്പത്തികമായ കടബാധ്യതകൾ ഉണ്ടായി ആരും അറിയുന്നില്ല. അവസാനം ആത്മഹത്യയുടെ വക്കിൽ ചെന്ന് വീടുമ്പോഴാണ് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു പരിതപിക്കുന്നത്, ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു ദുഃഖിക്കുന്നത്. എന്നാൽ കുടുംബ ബന്ധം ചേർക്കേണ്ട രീതിയിൽ ചേർത്തത് തിരിച്ചറിഞ്ഞു മനസ്സിലാക്കി കുട്ടിക്കാലത്തെ തന്നെ എൻ്റെ ബന്ധുക്കൾ ആയവരോടുള്ള കടമകൾ എന്തിലൊക്കെയാണ് ഞാൻ ഇടപെടേണ്ടത് കുടുംബത്തിൽ എന്ന് തിരിച്ചറിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അത് മഹബ്ബത്തും ഫിൽ അഹ്ലി, കുടുംബത്തിൽ മഹബ്ബത്തും സ്നേഹത്തിനും കാരണമാകുമെന്ന് മാത്രമല്ല, വമസാറത്തും ഫിൽ മാലി, സാമ്പത്തികമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കാരണമായി തീരും. വമൻസഅത്തും ഫിൽ അസ്രി, അതിനപ്പുറത്തായിട്ട് ആരോഗ്യം നിലനിൽക്കുന്നതിനും ദീർഘായുസ് ലഭിക്കുന്നതിനും കാരണമായി തീരുമെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, ഈ കുടുംബ ബന്ധങ്ങളിൽ നേരത്തെ ഞാൻ പറഞ്ഞ കലാകായിക വിനോദങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഫാമിലി സംഗമങ്ങൾ ഈ അവധിക്കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മുടെ മക്കൾക്ക് പകർന്നു നൽകേണ്ടുന്ന സന്ദേശമാണ് എന്ന് ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ പ്രകൃതിയുടെ പാഠങ്ങൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിനുവേണ്ടി ഈ അവധിക്കാലങ്ങളിൽ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നാണ്. ക്ലാസ് മുറികളിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നും ലഭിക്കാത്ത നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുക. ശുചീകരണ പ്രവർത്തനങ്ങൾ, പച്ചക്കറി തോട്ടങ്ങൾ ഉൾപ്പെടെയുള്ള വീട്ടിലെ കൃഷികൾ, പാചകം, രോഗികളെ സന്ദർശിക്കുക, അവരെ പരിചരിക്കുക തുടങ്ങിയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ, പെരുമാറ്റങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ അവധിക്കാലത്ത് സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ പരിശീലിപ്പിക്കേണ്ടിയിരിക്കുന്നു. അപ്പോഴാണ് നമുക്ക് അവരുടെ ഭാവി ഭാസുരമായി തീരുന്നത്. ഇതല്ല എങ്കിൽ ഒരു യാന്ത്രിക മനുഷ്യൻ പോലെ, ഒരു റോബോട്ട് പോലെ ഇന്ന് നമ്മുടെ മക്കൾ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കും. യന്ത്ര മനുഷ്യൻ എങ്ങനെ പ്രവർത്തിക്കുന്നോ അതുപോലെ യാന്ത്രികമായിട്ട് എന്തൊക്കെയോ അവർ ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് കൈത്തൊഴിലുകൾ പഠിപ്പിക്കുന്നതിനും വീട്ടിൽ അത്യാവശ്യമായ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കുന്നതിനുമൊക്കെ മക്കളെ ഈ അവധിക്കാല സമയങ്ങളിൽ നാം ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു, അല്ലിമു അബിനാക്കും അസ്സിബാഹത്ത വരിമായത്ത, അല്ലിമു അബിനാക്കും, നിങ്ങളുടെ മക്കളെ നിങ്ങൾ പഠിപ്പിക്കണം, അസ്സിബാഹത്ത നീന്തൽ, വരിമായത്ത അമ്പെയ്ത്ത്. അന്ന് അതിലേക്ക് ആയിരുന്നു കുട്ടികൾ കൂടുതൽ ആകർഷണീയരായിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് നബി തങ്ങൾ അങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് അതിൽ മാത്രം നമ്മൾ പരിമിതപ്പെടുത്താതെ കുട്ടികൾക്ക് ആവശ്യമായ കായിക ശേഷികൾ ഉണ്ടാക്കുന്നതിന്, അവരുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടുന്ന യോഗകളും പരിശീലനങ്ങളുമൊക്കെ നമ്മുടെ വീടുകളിൽ പ്രിയപ്പെട്ടവരെ മാതാപിതാക്കൾ ഒരുമിച്ച് തന്നെ നടത്താൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെ വരുമ്പോൾ മറ്റ് കേന്ദ്രങ്ങളിലേക്ക്, യോഗാ കേന്ദ്രങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെ പറഞ്ഞേക്കേണ്ട ആവശ്യം വരികയില്ല. കരാട്ട കേന്ദ്രങ്ങളിലേക്ക് പറഞ്ഞേക്കേണ്ട ആവശ്യം വരികയില്ല. അവിടെയൊക്കെ നടക്കുന്ന ആഭാസത്തരങ്ങൾ എന്തൊക്കെയാണ് പ്രിയപ്പെട്ടവരെ സോഷ്യൽ മീഡിയയിൽ വരുന്നത് നിങ്ങൾ പലപ്പോഴും കാണുന്നതല്ലേ. അതിനൊന്നും ഒരു അവസരമുണ്ടാക്കി കൊടുക്കാതെ നമ്മൾ വിചാരിച്ചാൽ ഇന്ന് സോഷ്യൽ മീഡിയകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ വേണ്ടുന്ന യോഗകൾ മുഴുവനും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കിടപ്പില്ലേ, നമ്മുടെ വിരൽത്തുമ്പിൽ ഒതുങ്ങുന്നതല്ലേ. അതൊക്കെ നോക്കിക്കൊണ്ട് നമ്മുടെ ആൺമക്കളുമായിട്ട് പെൺമക്കളുമായിട്ട് മാതാപിതാക്കളുമായിട്ട് പരസ്പരം ഒരു വീട്ടിൽ എന്തെല്ലാം പരിശീലനങ്ങൾ നേടാം, എന്തെല്ലാം യോഗാഭ്യാസങ്ങൾ നടത്താം, അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ ആരോഗ്യവാന്മാരാക്കി തീർക്കാം. അതിനൊക്കെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണമാണ് ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിഅമ ലഹുൽ മുഅ്മിനത്തി ഫീ ബൈതിഹാ അൽ മിഗ്സൽ, എത്രയോ നല്ല കൈത്തൊഴിലുകളാണ് വീട്ടിലെ മുഅ്മിനത്തായ പെണ്ണുങ്ങൾക്ക് നടത്താൻ സാധിക്കുന്നത്.
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അങ്ങനെയാ പഠിപ്പിക്കുന്നത്. എത്രയോ നല്ല കൈത്തൊഴിലുകൾ നമ്മുടെ വീട്ടിൻ്റെ അകത്തളങ്ങളിൽ കഴിഞ്ഞുകൂടുന്ന സ്ത്രീ സമൂഹത്തിന്, മക്കൾക്ക്, പെൺമക്കൾക്ക്, ആൺമക്കൾക്കും ഒക്കെ പരിശീലിപ്പിക്കാൻ കഴിയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അൽ മിഅ്സൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്, വസ്ത്രനിർമ്മാണം, തയ്യൽ പരിശീലനം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ പുതിയ തലമുറയെ പഠിപ്പിച്ചുകൂടെ? ഇന്ന് കൂടുതൽ സ്കോപ്പുള്ളതാണ്, സാധ്യതയുള്ളതാണ്. വിവിധ രീതിയിലുള്ള ഫാഷൻ ടെക്നോളജി, അതുപോലെ തന്നെയുള്ള വസ്ത്രനിർമ്മാണങ്ങൾ, അതുപോലെ തന്നെ കൈത്തൊഴിലിൻ്റെ ഭാഗമായിട്ട് വസ്ത്രം നെയ്ത്ത്, ഇതെല്ലാം പ്രിയപ്പെട്ടവരെ നമ്മുടെ വീടുകളിൽ ഈ അവധി സമയങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പിന്നെ തുടർന്ന് കുറേശ്ശെയായിട്ട് സമയം കണ്ടെത്തിക്കൊണ്ട് പരിശീലിപ്പിക്കപ്പെടാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതോടൊപ്പം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ ദീനിയായ ചിട്ടകൾ കൂടി ഉണ്ടാക്കുന്നതിന് നാം ഓരോരുത്തരും ശ്രമിക്കുക. ഈ അവധിക്കാലം പരമാവധി എൻ്റെ മക്കൾ നിസ്കരിക്കണം, അത് ജമാഅത്തായിട്ട് തന്നെ നിസ്കരിക്കണം. അതിന് ഞാൻ ആദ്യമേ പള്ളിയിൽ പോകണം, എൻ്റെ മക്കളെയും കൂടി കൊണ്ടുപോകണം. സുബഹിക്ക് സഹോദരങ്ങളെ വരാൻ കഴിയാത്തവർ ആരാണ്? മറ്റു വക്തുകൾക്ക് നിങ്ങൾക്ക് ജോലി തിരക്കായിരിക്കും, പൊക്കോ. നിങ്ങൾ അധ്വാനിക്കുന്നത് നിങ്ങളുടെ മക്കൾക്കും കുടുംബത്തിനും വേണ്ടി നിങ്ങൾ പ്രയോജനപ്പെടുത്തുക, അതിനും വലിയ കൂലിയാണ്. പക്ഷേ സുബഹി സമയത്ത് നമുക്ക് ഒരു പ്രതിജ്ഞ എടുത്തുകൂടെ? എനിക്കെൻ്റെ ആൺമക്കളുമായിട്ട് പള്ളിയിൽ പോകണം, ജമാഅത്തിൽ പങ്കെടുപ്പിക്കണം, അവരെ അങ്ങനെ പരിശീലിപ്പിക്കണം. അതിനുവേണ്ടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. സുബഹി നമസ്കാരത്തിൽ ഒരു മനുഷ്യൻ വന്ന് ആ പള്ളിയിൽ അവൻ്റെ മക്കളുമായിട്ട് വന്ന് നിസ്കരിച്ചിട്ട് തിരിച്ച് ആ കുഞ്ഞുങ്ങളുടെ കയ്യും പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നത് എന്ത് സന്തോഷകരമായ അവസ്ഥയാണ്. അതിലൂടെ ആ മനുഷ്യൻ അള്ളാഹുവിൻ്റെ ദിമ്മത്തിലായി തീരുകയാണ്, അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലായി തീരുകയാണ്. പിന്നെ അപകടങ്ങൾ അവന് വരികയില്ല, അവൻ്റെ കുഞ്ഞുങ്ങൾക്ക് വരികയില്ല. അതുകൊണ്ട് ഈ വക കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. ഒരുപാട് പറയാനുണ്ട്, സമയദൈർഘ്യം ഭയന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളുടെ ഈ അവധിക്കാല സന്ദർഭങ്ങൾ പരമാവധി നന്മയിൽ ഉപയോഗപ്പെടുത്തുക. അവരെ ഖുർആൻ പഠിപ്പിക്കുക. മദ്രസയിൽ അവർക്ക് വേണ്ടുന്ന പ്രത്യേക സമയങ്ങൾ കണ്ടെത്തിക്കൊണ്ട് സ്പെഷ്യൽ ക്ലാസ്സോ മറ്റോ ഒക്കെ നടത്താൻ പറ്റുമെങ്കിൽ ഒരു 15 വയസ്സിനും 20 വയസ്സിനും ഇടയ്ക്കുള്ള ഒരുപാട് യുവാക്കൾ, കൗമാരപ്രായക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അവർ തമ്മീസിന് മുമ്പ് എന്തൊക്കെയോ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട് എന്നല്ലാതെ അവർക്കൊന്നും ഇപ്പം അറിഞ്ഞുകൂടാ. അപ്പോൾ അതൊക്കെ അവരെ പരസ്പരം കൂട്ടി സ്നേഹിച്ച് നമ്മളുമായിട്ട് അടുപ്പിച്ച് മദ്രസയിലും പള്ളികളിലും ഉസ്താദുമാരുമായിട്ടൊക്കെ പരസ്പരം ബന്ധപ്പെടുത്തിക്കൊണ്ട് നാം ഓരോരുത്തരും പരമാവധി അവരെ ഫലപ്രദമായ നിലയിൽ ഉപയോഗപ്പെടുത്താൻ തയ്യാറാകുക എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്.